Hello everyone, welcome to Pranita Other C tutorial. അപ്പോൾ നമ്മള് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. AELSGDന്റെ 2015 നടന്ന എക്സാമിന്റെ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുന്നത്. അപ്പൊ മുന്നേ ഞാൻ ഫെബ്രുവരിയിൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ വേറൊരു ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വീഡിയോയിൽ തന്നെ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സോൾവ് ചെയ്യുന്നത്. അപ്പം അതായത് നിങ്ങൾ അത് മൊത്തം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫുൾ അതിന്റെ ഐഡിയ കിട്ടും. അപ്പോൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൺസിഡർ ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഉടനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇസ് ആൻ അലോയ് ഓഫ് വിച്ച് among the following? Chromium, nickel and iron, manganese, copper and iron, copper, carbon and iron, copper, tin and zinc. അതിൽ A ഓപ്ഷൻ ആണ് കറക്റ്റ്. Chromium, nickel and iron ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, what is determined by conducting an abrasion test? അപ്പൊ abrasion test ഹാർഡ്നെസിന്റെ ടെസ്റ്റ് ആണ്. അപ്പൊ ഹാർഡ്നെസ് ആണ് കറക്റ്റ് ആൻസർ. സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, on which of the following the support for flat slab is provided? അപ്പൊ അതിൽ നമ്മൾ കോളത്തിന്റെ മുകളില് നേരെ മുകളിലായിട്ട് സ്ലാബ് നിൽക്കുന്ന അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഫ്ലാറ്റ് സ്ലാബ് പ്രൊവൈഡ് ചെയ്യുന്നത്. On which of the following the support for flat slab is provided? Columns built monolithically with the slab. ഇനി അടുത്തത് fourth question, what is the width of broad gauge? അത് വൈഹാട്ട് പഠിക്കേണ്ടതാണ്. 1.676. ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇത് ഫൈനൽ കീ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ പറയുന്നത്. ഇനി അടുത്തത് ഫിഫ്ത് ക്വസ്റ്റ്യൻ, among which of the following conditions a T beam becomes identical to a rectangular beam with width equal to that of flange? അപ്പൊ അത് ന്യൂട്രൽ ആക്സിസ് ഫ്ലാഞ്ചിന്റെ ഉള്ളിലാണെങ്കിലാണ്. അപ്പൊ ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ന്യൂട്രൽ ആക്സിസ് റിമെയിൻസ് വിത്തിൻ ഫ്ലാഞ്ച്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, which among the following is a step used in for changing the direction of the stair? അപ്പൊ സ്റ്റെയറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റെപ്പ് കൊടുക്കും. ഇവിടെയൊക്കെ നോർമൽ വിഡ്ത്തൊക്കെയുള്ള സ്റ്റെപ്പ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റെപ്പ് കൊടുക്കും. അതിനെയാണ് നമ്മൾ വിൻഡർ എന്ന് പറയുക. അപ്പൊ വിൻഡർ കൊടുത്തിട്ടാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അപ്പൊ ലാൻഡിംഗ് ഒന്നും പറയരുത്, വിൻഡർ ആണ് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി സെവൻത് ക്വസ്റ്റ്യൻ, ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഫൈൻഡ്നെസ് ഓഫ് സിമെന്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ്? അപ്പൊ സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നത് സൗണ്ട്നെസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ്. ഇനി കംപ്രഷൻ ടെസ്റ്റ് കംപ്രഷന് വേണ്ടിയുള്ള ടെസ്റ്റ് ആണ്. വിക്കറ്റ് സെപ്പറേറ്റസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റൻസിക്കും ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈമിനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പെർമിയബിലിറ്റി ടെസ്റ്റ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി അടുത്ത എയ്ത്ത് ക്വസ്റ്റ്യൻ, among the following in which type of canal flow occurs only when there is a rise of flow in river? അപ്പൊ inundation canal ആണ് ആൻസർ. എ ആണ്. ഇനി അടുത്ത നയൻത് ക്വസ്റ്റ്യൻ, what is defined as the ratio of volume of air voids to the total volume of soil mass and is expressed in percentage? അപ്പൊ ഇങ്ങനെ പറയുന്നത് അതെന്താ, നമ്മൾ ജിയോടെക്നിക്കലിൽ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. പെർസെന്റേജ് എയർ വോയിഡ്സ് ആണ്, പെർസെന്റേജ് ഓഫ് എയർ ആണത്. അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, വാട്ട് ഇസ് ദ സൈഡ് സ്ലോപ്പ് ഓഫ് എ സിപ്പോളിറ്റി ലെയർ? അപ്പൊ 1 horizontal to 4 vertical. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 11th ക്വസ്റ്റ്യൻ, how the temporary hardness of water is removed? അപ്പൊ ടെമ്പററി ആണ്, അപ്പൊ ബോയിലിംഗ് വെച്ചിട്ടാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 12th ക്വസ്റ്റ്യൻ, in which of the following types of concrete beam sections failure will occur all on a sudden? അപ്പൊ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷന് ആദ്യം ഫെയിൽ ചെയ്യുന്നത് സ്റ്റീൽ ആണ്. അപ്പൊ സ്റ്റീൽ ആദ്യം ഫെയിൽ ചെയ്യുമ്പോൾ അതൊരു വാർണിംഗ് കൊടുക്കും. ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ ആദ്യം പെർമിസിബിൾ സ്ട്രെസ് എത്തുന്നത് നമ്മൾക്ക് കോൺക്രീറ്റിലാണ്. അത് അപ്പൊ ഇത് ബ്രിട്ടിൽ ഫെയിലിയർ ആണ്, ഓൾ ഓഫ് എ സഡൻ ആണ് സംഭവിക്കുന്നത്. അതാണ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 13th ക്വസ്റ്റ്യൻ, in which conditions a doubly reinforced beam is used? അപ്പം ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് ഡെപ്തും ബ്രെഡ്ത്തും ഒക്കെ റെസ്ട്രിക്ട് ചെയ്യണം, സൈസ് റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. when depth and breadth of beam have to be restricted in size. ഇനി അടുത്തത് 14th ക്വസ്റ്റ്യൻ, in a water supply scheme for what purpose aeration is carried out? എയറേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് ടേസ്റ്റും ഓർഡറും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 15th ക്വസ്റ്റ്യൻ, what is the disadvantage of centrifugal pump compared to reciprocating pump? അപ്പൊ സെൻട്രിഫ്യൂഗൽ പമ്പിന് പ്രൈമിംഗ് റിക്വയർഡ് ആണ്, അതാണ് ഡിസഡ്വാൻറ്റേജ്. അപ്പൊ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 16th ക്വസ്റ്റ്യൻ, what is known as the force per unit area? അതായത് പ്രഷർ
required to penetrate into a soil mass with a circular plunger of 50 mm diameter at a rate of 1.25 mm per minute. അപ്പൊ CBR ആണത്. അപ്പം C ആണ് correct answer. ഇനി what is floor area ratio? Floor area ratio എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഫ്ലോറിന്റെ ഏരിയ എല്ലാ ഫ്ലോറിന്റും കൂടി കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ ആണ്. അപ്പൊ റേഷ്യോ ഓഫ് ടോട്ടൽ ഫ്ലോർ ഏരിയ ഓൺ ഓൾ ഫ്ലോർസ് ടു പ്ലോട്ട് ഏരിയ, ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 18th ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് അസിമുത്ത്? അസിമുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾ സർക്കിൾ ബിയറിംഗ് ആണ്. അതായത് നമ്മൾ നോർത്തും സൗത്തും ഡയറക്ഷൻ എടുത്ത് നമ്മൾ ഇങ്ങനെ ബിയറിംഗ് എടുക്കില്ലേ, വോൾ സർക്കിൾ ബിയറിംഗ് ക്വാഡ്രന്റൽ ബിയറിംഗ് പോലെ, അതിൽ വോൾ സർക്കിൾ ബിയറിംഗ് ആണ് എസിമുത്ത് എന്ന് പറയുന്നത്. അതായത് ആംഗുലർ മെഷർമെന്റ് ആണ് എസിമുത്ത് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ പറയുന്നതൊക്കെ മെറിഡിയൻസ് ആണ്. ആർബിട്രറി മെറിഡിയൻ അയക്കാനാലും ട്രൂ മെറിഡിയൻ അയക്കാനാലും മാഗ്നറ്റിക് മെറിഡിയൻ അയക്കാനാലും ഒക്കെ മെറിഡിയൻ ആണ് പറയുന്നത്. അപ്പൊ അതൊരു ആംഗുലർ മെഷർമെന്റ് അല്ല. അപ്പൊ നൺ ഓഫ് ദിസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, what will be the hydraulic mean depth for the most economical rectangular section of an open channel of width B and depth D? അപ്പൊ നമ്മൾക്ക് എക്കണോമിക്കൽ സെക്ഷനിൽ ഇങ്ങനെ റെക്ടാങ്കുലർ സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറഞ്ഞത് A/P ആണ്. A/P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ വെറ്റഡ് ആയിട്ടുള്ള ഏരിയ. അപ്പം D ഡെപ്ത് വരെയാണ് നമുക്ക് വാട്ടർ ഉള്ളത് എന്നുണ്ടെങ്കിൽ BD ആണ് ഏരിയ, B+2D ആണ് വെറ്റഡ് പെരിമീറ്റർ. അപ്പൊ A/P എന്ന് പറഞ്ഞാൽ DD/B+2D ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എക്കണോമിക്കൽ സെക്ഷൻ വരുന്ന സമയത്ത് ഡിസ്ചാർജ് മാക്സിമവും പെരിമീറ്റർ മിനിമവും ആയിരിക്കും. അപ്പൊ പെരിമീറ്റർ മിനിമം ആവണമെങ്കിൽ DP/DD, D എന്ന് പറയുന്നത് ഡെപ്ത് ആണ്, ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പം ഈ പെരിമീറ്റർ എന്ന് പറയുന്ന സാധനം B+2D ഇല്ലേ, അതിലുള്ള ബിനെ നമ്മൾ A/D എന്ന് എഴുതുക. കാരണം ഏരിയ ബൈ ഡി ആണല്ലോ ബി. അപ്പൊ അങ്ങനെ നമ്മൾ ഇടുമ്പം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും B/D is equal to 2, അതായത് B is equal to 2D, അതായത് breadth is equal to 2 times depth ആവണം എന്ന്. അപ്പോഴാണ് അതിന്റെ മോസ്റ്റ് എക്കണോമിക്കൽ ആവുന്നത്. അപ്പൊ നമ്മൾ അത് A/P നമുക്ക് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് A/P ആണ്. അപ്പൊ A/P അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് D/2 എന്ന് കിട്ടും. അപ്പൊ ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി 20th ക്വസ്റ്റ്യൻ, at any point on the magnetic equator what will be the angle of dip? അപ്പം ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ സൗത്തിൽ നിന്ന്, ഇത് നമ്മുടെ ജോഗ്രഫിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആണ്, ഇത് നമ്മുടെ മാഗ്നറ്റിക് സൗത്ത് ആൻഡ് നോർത്ത് പോൾസ് ആണ്. അപ്പം സൗത്ത് മാഗ്നറ്റിക് പോളിൽ നിന്ന് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുവാണ്. അപ്പൊ ഈ ഒരു ഇക്വേറ്ററിൽ എത്തുന്ന സമയത്ത് അത് പാരലൽ ടു ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പം ആ സമയത്ത് എന്തായിരിക്കും ആ ആംഗിൾ ഉണ്ടാവുക? 0 ആണ് ഉണ്ടാവുക. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 21st ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ബിൽഡിംഗ് എക്സ്ക്ലൂഡിംഗ് ദ ഏരിയ ഓക്യുപ്പൈഡ് ബൈ വാൾസ്? അത് ഫ്ലോർ ഏരിയ ആണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 22nd ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് ഓപ്പൺ ചാനൽ ഫ്ലോ ഇഫ് ദ ഫ്ലോ ഇസ് ലാമിനാർ, which of the following is correct? അപ്പൊ റെയ്നോൾഡ്സ് നമ്പർ എത്രയാണെന്നാണ്. അപ്പം ലാമിനാർ ആണെങ്കിൽ പൈപ്പിലാണ് ലെസ് ദാൻ 2000, ഓപ്പൺ ചാനൽ ആണെങ്കിൽ ലെസ് ദാൻ 500 ആണ്. ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി 23rd question, name the ratio of the power available at the shaft of a turbine to the power delivered by water to the runner. അപ്പൊ അത് മെക്കാനിക്കൽ എഫിഷ്യൻസി ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 24th question, what is meant by cambium layer of an exogenous tree? അപ്പൊ cambium layer എന്ന് പറയുന്നത് ഇന്നർ ബാർക്കും സാപ്വുഡിന്റെയും നടുവിലുള്ള റീജിയൻ ആണ്. അപ്പൊ ലെയർ ബിറ്റ്വീൻ ഇന്നർ ബാർക്ക് ആൻഡ് സാപ്വുഡ്, ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 25th question, what is the difference between two measured values of same quantity in surveying? അത് ഡിസ്ക്രിപ്പൻസി ആണ്. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 26th question, a wooden pile is being driven with a drop hammer weighing 18 kilonewton and having a free fall of 1 meter. The penetration in the last blow is 5 mm. Determine the load carrying capacity of pile according to engineering news formula. Engineering news formula പ്രകാരം WH divided by 6 into S plus C ആണ് അതിന്റെ ഇക്വേഷൻ. ലോഡ് ക്യാരിങ് കപ്പാസിറ്റിന്റെ W കിലോന്യൂട്ടണിലാണ്, 18 കിലോന്യൂട്ടൺ ഇവിടെ തന്നിട്ടുണ്ട്. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഫ്രീ ഫോൾ, അത് സെന്റിമീറ്ററിലാണ്. അപ്പം 1 മീറ്റർ തന്നിട്ടുള്ളത് 100 സെന്റിമീറ്റർ ആക്കണം. ഡിവൈഡഡ് ബൈ 6 into S plus C. എസ് എന്ന് പറയുന്നത് സെറ്റ് ആണ്, അതായത് ഫൈനൽ പെനിട്രേഷൻ ഇൻ സെന്റിമീറ്റർ ആണ്. അപ്പൊ 5 mm തന്നിട്ടുള്ളത് 0.5 സെന്റിമീറ്റർ ആക്കണം. സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അത് 2.5 സെന്റിമീറ്റർ ആണ് ഡ്രോപ്പ് ഹാമറിന്, 0.25 സെന്റിമീറ്റർ ആണ് സിംഗിൾ ആൻഡ് ഡബിൾ ആക്ടിംഗ് ഹാമറിന്. അപ്പം നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഹാമർ ആണ് തന്നിട്ടുള്ളത് കൊണ്ട്
2.5 centimeter എടുക്കണം. അപ്പൊ നമുക്ക് 18 into 100 divided by 6 into 0.5 plus 2.5 വരും. അപ്പൊ നമുക്ക് ആൻസർ 100 kilonewton E ആയിരിക്കും ആൻസർ. In 27th question, a jet of water of cross-sectional area 0.005 meters square strikes a flat plate normally with a velocity of 15 meter per second. If the plate is moving with a velocity of 5 meter per second in the direction of the jet and away from the jet, what is the force exerted by the jet on the plate? അപ്പോൾ ഒരു ജെറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്, ഏരിയ അതിൻ്റെത് 0.005 മീറ്റർ സ്ക്വയർ ആണ്, അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു പ്ലേറ്റ് തട്ടിയതിന് ശേഷം ആ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ റോ എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ജെറ്റ് 0.005 മീറ്റർ സ്ക്വയർ, വി മൈനസ് യു എന്ന് പറയുന്നത് 15 മൈനസ് 5 10. അപ്പം നമ്മൾക്ക് ആൻസർ നമുക്ക് 500 ന്യൂട്ടൺ കിട്ടും. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 28th ക്വസ്റ്റ്യൻ, ഡ്രൈ ഡെൻസിറ്റി ഓഫ് വിച്ച് സാമ്പിൾ ഇസ് എക്സ്പെക്ടഡ് ടു ബി ഹൈ. അപ്പൊ ഡെൻസ് സാൻഡ് ആണ്. ഇനി അടുത്തത് 29th question, which among the following is a great circle formed by the plane through the observer's position that is perpendicular to the direction of gravity at that point intercepts the celestial sphere? അപ്പൊ ഡി ഹൊറിസോൺ ആണ് കറക്റ്റ് ആൻസർ. ഇനി 30th question, what is known as a watertight enclosure made up of sheet pile walls, usually temporary, built around a working area for the purpose of excluding water during construction? അപ്പൊ അത് ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കോഫർ ഡാം എന്ന് പറഞ്ഞിട്ട്. കോഫർ ഡാം ആണ് അത്. നമുക്കൊരു കൺസ്ട്രക്ഷനിൽ ഒരു ഏരിയ ഉണ്ടെങ്കിൽ അതിൽ അവിടെ വെള്ളം കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷീറ്റ് പൈൽസ് പോലെ ടെമ്പററി ആയിട്ട് ചെയ്യുന്നതാണ് അത്, കോഫർ ഡാം. ഇനി അടുത്ത 31st question, what do you mean by Frod's number? Frod's number എന്ന് പറയുന്നത് ഐയും ജിയും തമ്മിലുള്ളതാണ്, ഓർത്ത് വെക്കുക, ഗ്രാവിറ്റിയും തമ്മിലുള്ളത്, ഇനേർഷ്യൽ ഫോഴ്സും ഗ്രാവിറ്റി ഫോഴ്സും. അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ, റേഷ്യോ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സ്. ഇനി അടുത്ത 32nd question, among which of the following conditions Darcy's law is not valid for seepage of soil? അപ്പൊ Darcy's law ലാമിനാർ ഫ്ലോ ആണെങ്കിലാണ് വാലിഡ് ആവുക. സോയിൽ ഹോമോജീനസും ഇൻകംപ്രസിബിളും ഐസോട്രോപിക്കും ആണ് അവിടെ. അപ്പം ടർബുലന്റ് ആണെന്നുള്ളതാണ് റോങ് ഇൻഫർമേഷൻ. അപ്പൊ ബി ആണ് റോങ്. ഇനി അടുത്ത 33rd question, which of the following is a field test? അപ്പൊ ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വെയിൻ ഷിയർ ടെസ്റ്റ് ആണ്, എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 34th question, for what type of soil unconfined compression test is generally applicable? Unconfined compression test എപ്പോഴും സാച്ചുറേറ്റഡ് ക്ലേ ആണ്, അപ്പൊ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 35th question, if CD is the coefficient of discharge, CV is the coefficient of velocity and CC is the coefficient of contraction, then which of the following statement is correct? അപ്പൊ CD is equal to CV into CC ആണ്, അതെപ്പോഴും ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 36th question, which of the following will have a plasticity index of 20? അപ്പം 20 ഒക്കെ ഉണ്ടാവുക ക്ലേക്ക് ആണ്, അപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 37th question, what is a protective barrier constructed to enclose harbors and to keep the harbor waters undisturbed by the effect of heavy and strong seas? അത് ബ്രേക്ക് വാട്ടർ ആണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 38th question, determine the total pressure on a circular plate of area of cross section 1 meter square which is placed vertically in water in such a way that the center of the plate is 1 meter below the free surface of the water. അപ്പൊ വാട്ടറിന്റെ ഫ്രീ സർഫസിൽ നിന്ന് നമുക്ക് വാട്ടറിന്റെ ഫ്രീ സർഫസിൽ നിന്ന് 1 മീറ്റർ ബിലോ ആയിട്ടാണ് ഇതിന്റെ സെന്റർ ഉള്ളതെന്ന് അറിയാം. അപ്പൊ റോ ജി എച്ച് ആണ് ഫോർമുല. എച്ച് എന്ന് പറയുന്നത് ഈ സർഫസിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് 1 മീറ്റർ, ജി എന്ന് പറയുന്നത് 9.81, റോ എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റോ ജി എച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 9.81 കിലോ ന്യൂട്ടൺ കിട്ടും. അതായത് സി 9810 ന്യൂട്ടൺ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, among which of the following tests conducted for measurement of shear strength of soil, no excess pore pressure is set up at any stage of the test? Excess pore pressure ഉണ്ടാവുന്നുണ്ടെങ്കിൽ വാട്ടർ ഉണ്ടാവരുത്, അപ്പൊ ഡ്രെയിൻ ചെയ്ത് പോകണം. അപ്പൊ ഡ്രെയിൻഡ് ടെസ്റ്റ് ആണ്, ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി 40th question, which of the following laws gives the diameter of the sphere which will settle at a specific terminal velocity? അപ്പൊ അതെന്ന് പറയുന്നത് സ്റ്റോക്സ് ലോ ആണ്. ഡാർസീസ് നമുക്കറിയാം V is equal to KI, അത് പറയുന്നതാണ് ഡാർസി. സ്റ്റോക്സ് ലോ ഒക്കെ നമ്മൾ പഠിക്കുന്ന ഹൈഡ്രോമീറ്റർ അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ സ്റ്റോക്സ് ലോ, ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, വാട്ട് ഈസ് മെൻ ബൈ ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ്? അപ്പം ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് കറസ്പോണ്ടിങ് ടു മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആണ്, എ ആണ് കറക്റ്റ് ആൻസർ. ഇനി വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫിഷ് പ്ലേറ്റ്സ്? അത് ടു ഹോൾഡ് 2 rails together ആണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 43rd question, which among the following is pressure on a fluid below atmospheric pressure? അത് വാക്വം പ്രഷർ ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 44th question, what is the unit of coefficient of consolidation? അത് ഓർത്ത് വെക്കണം, സെന്റിമീറ്റർ
per second ആണ്. A ആണ് correct answer. 45th question is simply supported beam of span 7 meter has a point load of 3 kilonewton at a distance of 2 meter from left end A and a point load of 2 kilonewton at a distance of 4 meter from the left end A. What will be the support reaction at B? അപ്പോൾ ഇത് ആലോചിച്ച് നോക്കി ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ RAയും RBയും ഉണ്ട് റിയാക്ഷൻസ് എയിലും ബിയിലും. എയും ബിയും ഇതാണ്. അപ്പം ബിയിലുള്ള റിയാക്ഷൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾക്ക് RA പ്ലസ് RB എന്ന് പറയുന്നത് 3+2 ആണെന്നറിയാം. അപ്പം 5 വന്നു. ഇനി ഇതിന്റെ മൊമെന്റ് അബൌട്ട് എ എടുത്തിട്ടുണ്ടെങ്കിൽ RB into 7 is equal to 2 into 4 plus 3 into 2 എന്ന് കിട്ടും. അപ്പം നമുക്ക് 14 കിട്ടും. അപ്പൊ RB is equal to 2 kilonewton കിട്ടും. അപ്പൊ ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. C ആണ് കറക്റ്റ് ആൻസർ. ഇനി 46th question. Soils with a value of K, coefficient of permeability, ranging from 10 raised to -5 millimeter per second to 10 raised to -3 millimeter per second can be classified as. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ട് ചെയ്യുന്ന സമയത്ത്, പെർമിയബിലിറ്റി പഠിക്കുന്ന സമയത്ത്. അപ്പം 10 raised to -5ന്റെ മുകളിലുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലെയിന്റെ റേഞ്ച് ആണ്. അപ്പൊ അത് ഭയങ്കര ഇംപെർമിയബിൾ ആ റേഞ്ച് ആണ്. 10 raised to -5 to 10 raised to -3 അപ്പൊ എന്ത് റേഞ്ച് ആയിരിക്കും? സെമി പെർവിയസ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആയിരിക്കും. അപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 47th question. Which of the following soil samples will have grains of almost same particle size? അപ്പം നമ്മള് ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് പെർസെൻറ്റേജ് ഫൈൻസും സൈൻസും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കേർവ് കിട്ടിയില്ലേ? ഇങ്ങനത്തെ കേർവ്, അതായത് ഒരു പെർട്ടിക്കുലർ സൈസിൽ തന്നെ ഇങ്ങനെ മാക്സിമം വരുന്ന ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് പുവർലി ഗ്രേഡഡ് അല്ലെങ്കിൽ യൂണിഫോം ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഈ ഒരു സൈസിൽ തന്നെയായിരിക്കും മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസും ഉണ്ടാവുക. അപ്പൊ അതാണ് ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 48th question. Which among the following is the term used for change in volume of soil per unit of initial volume due to a given unit increase in pressure? അപ്പം ഡെൽറ്റ വി ബൈ ഡെൽറ്റ പി ആണ് ചോദിക്കുന്നത്. അത് കോഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് MV എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ജിയോ ടെക്നിക്കലിൽ പഠിക്കുന്നതാണ്. ഇനി AV എന്ന് പറഞ്ഞ വേറൊരു ടേം ഉണ്ട്, കോഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി എന്ന്. രണ്ട് ടേം ഉണ്ട്, കോഫിഷ്യന്റ് ഓഫ് വോളിയം കംപ്രസിബിലിറ്റി, അതാണ് കോഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് എന്ന് ഇവിടെ പറയുന്നത്. വേറൊരു ടേം ഉണ്ട്, കോഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി AV എന്ന് പറയുന്നത്. അത് ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ സിഗ്മയാണ്. അപ്പം A ആണ് കറക്റ്റ് ആൻസർ. MV is equal to delta V by V0 by delta P ആണ്. ഇനി 49th question. Which of the following values the voids ratio in soil can have theoretically? അപ്പൊ വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ് വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ വോളിയം ഓഫ് സോളിഡ്സിന്റെ അപേക്ഷിച്ച് വോയിഡ്സ് എത്ര വേണമെങ്കിലും ആവാം. അപ്പം ക്യാൻ ബി ലെസ് ദാൻ ഓർ മോർ ദാൻ 1 കൂടുതൽ, വോളിയം ഓഫ് സോളിഡ്സിലും കൂടുതലാവാം വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പം തീരെ വോയിഡ്സ് ഇപ്പൊ എയർ മാത്രമുണ്ട്, അപ്പം വോളിയം ഓഫ് സോളിഡിലും കുറവും ആവാം. അപ്പം ക്യാൻ ബി ലെസ് ദാൻ ഓർ മോർ ദാൻ 1. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 50th question. For what purpose stiffeners are provided in plate girders? അപ്പൊ അത് ബക്ലിംഗ് ഓഫ് വെബ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. C ആണ് correct answer. ഇനി 51st question. Which of the following is a clay soil which has never been subjected to an effective pressure greater than existing overburden pressure and which is also completely consolidated by the existing overburden pressure? അപ്പൊ മുന്നേ പ്രീ കൺസോളിഡേറ്റഡ് അല്ല എന്നർത്ഥം. അപ്പൊ നോർമലി കൺസോളിഡേറ്റഡ് ആണ്. ഇപ്പൊ ഉള്ളതാണ് ഏറ്റവും കൂടിയ പ്രഷറും, അതിന് മുന്നേ അതിന് പ്രഷറും ഉണ്ടായിട്ടില്ല. അപ്പൊ നോർമലി കൺസോളിഡേറ്റഡ്. അണ്ടർ കൺസോളിഡേറ്റഡ് അല്ല, കാരണം ഇപ്പോൾ ഉള്ള പ്രഷറാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ A ആണ് കറക്റ്റ് ആൻസർ. 52nd question. By which simple equation the hydrological cycle may be expressed? അപ്പം total precipitation is equal to evaporation plus runoff ആണ്. അപ്പം D ആണ് correct answer. And 53rd question. Which among the following is a functional relationship connecting the value of specific gravity, void ratio, water content and degree of saturation? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. Void ratio is equal to WG by SR ആണ്. B ആണ് correct answer. And 54th question. What is an impermeable formation which contains water but are not capable of transmitting or supplying a sufficient quantity? ഒക്കെ ഫ്ലൂയിഡ് ആണ്. അത് ഇംപെർമിയബിൾ ആയിട്ടുള്ള 2 ലെയർ ആണ്, അതിന്റെ ഉള്ളില് വാട്ടർ ഉണ്ടാകും. അതാണ് ദി ഓപ്ഷൻ. ഇനി 55th question. Coefficient of permeability is inversely proportional to which of the following? അപ്പം coefficient of permeability നമ്മളത് പഠിച്ചിട്ടുണ്ട്. K is equal to a constant into E cube by 1 plus E into gamma W by nu into D square. അപ്പം inversely proportional ന്യൂവിനോടാണ്. അപ്പം ന്യൂ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ആണ്. അപ്പം A ആണ് correct answer. In 56th question. If an auditorium has a total surface area of plaster, floors, curtains and seats equal to 160 meter square and volume of the auditorium is 5000 meter cube, what is the time of reverberation in seconds according to Sapine's equation? അപ്പൊ Sapine's equation എന്ന് പറയുന്നത്
0.16 V/A ആണ്. അതില് നമ്മൾ ഇവിടെ മീറ്ററിലായതുകൊണ്ട് ഇനി ഫീറ്റിലാണ് നമ്മൾ റൂം ഡയമെൻഷൻ തന്നിട്ടുള്ളതെങ്കിൽ 0.049 V/A ആണ്. അപ്പൊ നമുക്ക് ഇവിടെ മീറ്ററിലായതുകൊണ്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ 0.16 V എന്ന് പറയുന്നത് വോള്യൂം, അത് 5000 ആണ്. A എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 160 മീറ്റർ സ്ക്വയർ എന്ന ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. നമുക്ക് ആൻസർ ആയിട്ട് 5 സെക്കൻഡ് എന്ന് കിട്ടും. C ആണ് correct option. ഇനി അടുത്തത് 57th question. According to Indian standards, specific gravity of soil is the ratio of unit weight of solids to that of water at a temperature of. അപ്പൊ ഇത് എന്തായാലും ഓർത്ത് വെക്കണം. സ്പെസിഫിക് ഗ്രാവിറ്റി ഇന്ത്യയിൽ മെഷർ ചെയ്യുന്നത് 27 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റാൻഡേർഡ്, 4 ഡിഗ്രി സെൽഷ്യസ് അല്ല. Mistake ആയി പോകരുത്. ഇനി 58th question. What is the term used for the degree of disturbance of undisturbed clay sample due to remolding, expressed as the ratio of unconfined compressive strength in undisturbed state to that of remolded state without change in water content? അപ്പൊ QU undisturbed by QU remolded ആണ്. അത് സെൻസിറ്റിവിറ്റി ആണ്. A ആണ് correct answer. ഇനി അടുത്തത് 59th question. Which among the following is also known as rolled steel joist? അത് I section ആണ്. അപ്പം rolled steel I section, C ആണ് correct answer. ഇനി 60th question. For shallow foundation, if P is the load, gamma is the unit weight of soil, and phi is the angle of repose, which of the following is equal to total depth of foundation according to Rankine's formula? ഇത് എന്തായാലും ഓർത്ത് വെക്കേണ്ടതാണ്. P by gamma into 1 minus sin phi by 1 plus sin phi whole square. C ആണ് correct answer. ഇനി 61st question. Name the level surface to which the elevation is referred. അപ്പൊ ഡാറ്റത്തിൽ നിന്നാണ് നമ്മൾ elevation measure ചെയ്യുന്നത്. അപ്പൊ B ആണ് correct answer. ഇനി 62nd question. For no tension developed in a gravity dam, where is the resultant of all forces on dam should always lie? അപ്പൊ മിഡിൽ തേർഡിലേക്കാണ് ടെൻഷൻ ഉണ്ടാവേണ്ടെങ്കിൽ നമ്മൾക്ക് റിസൾട്ടന്റ് ഉണ്ടാവേണ്ടത്. അപ്പൊ D ആണ് correct answer, within the middle third of the section. ഇനി 63rd question. 63rd question. Two bodies of mass 5.5 kg and 4.3 kg are hung to the ends of rope passing over a smooth frictionless pulley. With what acceleration the heavier mass comes down? Up A is equal to capital M minus small m into G by capital M plus small m ആണ് equation. M minus m by m plus m into G. അപ്പം capital M 5.5 ആണ്, small m 4.3 ആണ്. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ 1.2 കിട്ടും. G എന്ന് പറയുന്നത് 9.81 ആണ്. ഓക്കെ, 9.8 എടുക്കാം ഇവിടെ, എന്നാൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ആയി കിട്ടും. ഓക്കെ, ഇനി 64th question. If WL is liquid limit, WP is plastic limit, and WS is shrinkage limit, then which of the following is equal to plasticity index? IP is equal to WL minus WP എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ E ആണ് correct option. ഇനി 65th question. Among the following, which equipment is not used in chain surveying? അപ്പൊ ചെയിൻ സർവൈവൽ ഉപയോഗിക്കാത്തത് ആലഡൈഡ് ആണ്. C ആണ് correct option. ഇനി 66th question. Name the end support of a superstructure of bridge. അപ്പം end support ബ്രിഡ്ജിലുള്ളത് abutment ആണ്. A ആണ് correct answer. ഇനി അടുത്ത 67th question. A body is thrown vertically downward from a tower. What is the distance traveled by the body in the third second of its fall if its initial velocity is 5.5 meter per second? അപ്പം അതിന്റെ at nth second ഉള്ള distance dn is equal to u plus half a into 2n minus 1 ആണ്. n എന്ന് പറയുന്നത് nth second, ഇവിടെ third second ആണ്. അപ്പൊ 3 ആണ് n. a എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ഫോൾ ആയതുകൊണ്ട് 9.8 ആണ്. ഇനി u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി 5.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 30 മീറ്റർ. D ഓപ്ഷൻ കറക്റ്റ് കിട്ടും. Any 68th question. Name the structure carrying discharge of a natural stream across the canal intercepting the stream. അത് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ആണ്. C ആണ് കറക്റ്റ് ആൻസർ. ഇനി 69th question. Which among the following is torsional rigidity? Torsional rigidity എന്ന് പറയുന്നത് GJ ആണ്. G എന്ന് പറയുന്നത് rigidity modulus, J എന്ന് പറയുന്നത് polar moment of inertia ആണ്. അപ്പൊ B ആണ് കറക്റ്റ് ആൻസർ, product of rigidity modulus and polar moment of inertia. ഇനി 70th question. During setting and hardening of cement, concrete, hydration of which among the following contributes to progressive strength of concrete? അപ്പൊ കുറെ കാലം നീണ്ടിട്ട് നമുക്ക് ഫൈനൽ സ്ട്രെങ്ത്തിലേക്ക് എത്താനുള്ള ആ ഒരു സ്ട്രെങ്ത് കാരണമാവുന്നത് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. C2S ആണ്. അപ്പം D ആണ് കറക്റ്റ് ആൻസർ. ഞാൻ എങ്ങനെയൊക്കെ ഓർത്ത് വെക്കാറ്, മരിക്കുന്നത് വരെയുള്ള സ്ട്രെങ്ത് അതാണ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്, അങ്ങനെയൊക്കെ ഞാൻ ഓർത്ത് വെക്കാറ്. ഇനി 71st question. What is the polar moment of inertia of a circle of diameter D? അത് pi d raised to 4 by 32 ആണ്. B ആണ് correct answer. ഇനി 72nd question. What is called the time in hours taken by rainwater that falls on the farthest
point to reach the outlet of the catchment. അപ്പോൾ അത് ടൈം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ടൈം ഓഫ് കോൺസെൻട്രേഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 73rd question. Name the short section of wood or steel which are fixed on principal rafter of trusses to support purlins. Cleat ആണ്, D ആണ് correct answer. ഇനി അടുത്ത 74th question. Name the area to be irrigated by a dam. Ayakat ആണ്, A ആണ് correct answer. ഇനി 75th question. Among the following methods for computing average precipitation or rainfall, in which method of area of the basin is not taken into account? അപ്പം arithmetic average method ആണ്. അതായത് ടോട്ടൽ ഓരോരോ പോയിന്റിൽ ഒരുപാട് പോയിന്റ്സിൽ precipitation ഉണ്ടെങ്കിൽ ഇവിടെ P1 ആണ്, ഇവിടെ P2 ആണ് precipitation എങ്കിൽ P1 plus P2 plus Pn by n അതാണ് ടോട്ടൽ നമ്പർ. അതാണ് ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ arithmetic average method ആണ്, ഏരിയ ഇൻക്ലൂഡ് ചെയ്യാത്ത മെത്തേഡ്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 76th question. What is the super elevation required for a road curve of radius 1000 meter if the design speed is 100 kilonewton per hour? അപ്പം E plus F is equal to V square by 127 R എന്നുണ്ട്. അപ്പൊ പെർസെൻറ്റേജ് ആയതുകൊണ്ട് അതിന്റെ കൂടെ into 100 എന്ന് ചേർക്കുക. അപ്പം F എന്ന് പറയുന്നത് നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ E is equal to 100 square, ഇവിടെ 100 kilonewton per hour തന്നിട്ടുണ്ട്, by 127 R, R റേഡിയസ് തന്നിട്ടുണ്ട് 1000 എന്ന്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 to the power of 3 by 127 കിട്ടും. B ആണ് correct answer. ഇനി അടുത്തത് 77th question. Which of the following is not included in temporary adjustment of a dumpy level? അപ്പം സെറ്റിങ്ങും ലെവലിങ്ങും ഫോക്കസിങ്ങും ആണ്. ഫോക്കസിംഗ് എന്ന് പറയുന്നതാണ് എലിമിനേഷൻ ഓഫ് പാരലാക്സ് എന്ന് പറയുന്നത്. അപ്പൊ സെൻറ്ററിങ് മാത്രമാണ് ഇല്ലാത്തത്. അപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 78th question. Among the following which represent the irrigating capacity of a unit of water? അപ്പം അത് ഡ്യൂട്ടി ആണ്. ഒരു യൂണിറ്റ് ഓഫ് വാട്ടറിന്റെ ഇറിഗേറ്റിംഗ് കപ്പാസിറ്റിന് ഡ്യൂട്ടി എന്നാണ് പറയുക. അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 79th question. What is the maximum size of particle of silt? അപ്പൊ ഇതിൽ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ ഫൈനൽ ആൻസർ കീ, ഇതെല്ലാം ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ളതാണ്. അപ്പൊ അതിൽ ഫൈനൽ ആൻസർ കീയിൽ തന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നമ്മൾക്ക് ബി ആണ്. പക്ഷെ അത് തെറ്റാണെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ കമന്റിൽ ഇടുക, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്. മാക്സിമം സൈസ് ഓഫ് പാർട്ടിക്കിൾ ഓഫ് സിൽറ്റ് എന്ന് പറയുന്നത് 0.06 ആണ്. 0.06 to 0.002 mm ആണ് സിൽറ്റിന്റെ റേഞ്ച്. അപ്പൊ അതിലെ മാക്സിമം സൈസ് 0.06 ആണല്ലോ. 0.002ലും കുറഞ്ഞത് ക്ലേ ആണ്. അപ്പൊ നമുക്ക് മാക്സിമം സൈസ് ശരിക്കും 0.06 ആണ്. ഈ ക്വസ്റ്റ്യൻ. നെയിം ദ വെൽ ഫ്രം വിച്ച് വാട്ടർ ഫ്ലോസ് ഓട്ടോമാറ്റിക്കലി അണ്ടർ പ്രഷർ. ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എക്വിഫറിന്റെ ഉള്ളിൽ നിന്ന് പ്രഷറിൽ വാട്ടർ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ആർട്ടിസിയൻ വെല്ലാണ്. ഇനി അത് ലാൻഡ് വരെ എത്തുകയാണ്, അത് എന്നിട്ട് ലാൻഡിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഫ്ലോയിങ് വെൽസ് ആണ്. അപ്പം ചോദ്യം ചോദിച്ചേക്കുന്നത് വെൽ ഇൻ വിച്ച് വാട്ടർ ഫ്ലോസ് ഓട്ടോമാറ്റിക്കലി അണ്ടർ പ്രഷർ ആണ്. അപ്പൊ അത് ഫ്ലോയിങ് വെൽസ് ആണ്. എല്ലാ ആർട്ടിസിയൻ വെൽസും ഫ്ലോയിങ് വെൽസ് അല്ല. പക്ഷെ എല്ലാ ഫ്ലോയിങ് വെൽസ് എന്ന് പറയുന്നത് അതിലെല്ലാം ആർട്ടിസിയൻ ആയിരിക്കും. അത് മുകളിൽ ലാൻഡിൽ വരെ എത്തുകയാണെങ്കിലാണ് അത് ഫ്ലോയിങ് വെൽസ് എന്ന് പറയുന്നത്. ലാൻഡിൽ വരെ എത്താതെ ഉള്ളിൽ നിൽക്കുന്നതാണെങ്കിൽ അത് ആർട്ടിസിയൻ ആണ്. ആർട്ടിസിയനും പ്രഷറിൽ തന്നെയാണ്, ഫ്ലോയിങ് വെൽസും പ്രഷർ തന്നെയാണ്. ഓക്കെ. ഇനി 81st question. Which among the following is the back bearing of north 30 degree east? അപ്പൊ ഇങ്ങനെയാണുള്ളത്. ഇതിൽ 4 bearing പ്ലസ് ഇപ്പൊ ഈ ഒരു 0 to 180 ഡിഗ്രി ആണെങ്കിൽ പോസിറ്റീവ്, 4 bearing പ്ലസ് ഇത് 180 ഡിഗ്രി എടുക്കണം. ഇനി ഈ സൈഡ്, ഈ റെഡ് കളർ എടുത്ത സൈഡ് ആണെന്നുണ്ടെങ്കിൽ 180 to 360 ഡിഗ്രി വരെ ഇത് 4 ബിയറിംഗ് ആണുള്ളതെങ്കിൽ അത് -180 എടുക്കണം. അപ്പൊ ഇവിടെ നോട്ട് 30 ഡിഗ്രി ഈസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ എവിടെയോ ആണ് വരിക ഈ ഒരു പോയിന്റിൽ. അപ്പൊ നമുക്ക് അത് പ്ലസ് 180 എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും 210 കിട്ടും. 30 പ്ലസ് 180 ചെയ്താൽ 210 കിട്ടും. അതിപ്പോ ആക്ച്വലി ഇവിടെയാണ് എടുക്കുന്നത്. അപ്പൊ സൗത്ത് 30 ഡിഗ്രി വെസ്റ്റ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. Any 82nd question. Among the following, by which method the efficiency of a sedimentation tank can be increased for a given discharge? അപ്പോൾ സർഫസ് ഏരിയ ഓഫ് ടാങ്ക് കൂട്ടിയാലാണ് എഫിഷ്യൻസി കൂടുക. അപ്പൊ കോണ്ടാക്ട് കൂടും സർഫസ് ഏരിയ കൂട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ബൈ ഇൻക്രീസിംഗ് ദ ഏരിയ ഓഫ് ദ ടാങ്ക്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 83rd question. For a cantilever beam of length L, what bending moment at the free end will produce a deflection equal to that produced by a concentrated load W at free end? അപ്പൊ നമുക്ക് എങ്ങനെയത് എടുക്കണം? ഈ ഒരു യൂണിറ്റ് ഒരു W എന്ന് പറയുന്ന ലോഡ് ഇവിടെ ഇങ്ങനെ കാന്റിലിവറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ WL3/3EI കിട്ടും. ഇനി ഒരു മൊമെന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ML2/2EI കിട്ടും. അപ്പൊ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് M is equal to 2/3 WL എന്ന് കിട്ടും. അപ്പൊ ബി ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ.
Any 84th question, if buckling of sand is not taken into account for volumetric proportioning of concrete, what will be the result? അപ്പോൾ ബക്ലിംഗ് സംഭവിക്കുമ്പോൾ വോളിയൂംസ് ഓഫ് കോൺക്രീറ്റ് കൂടിയതുപോലെ ഉണ്ടായിരിക്കും. അപ്പം അത് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അവസാനം വരുമ്പം ആ ഒരു കുറച്ച് വെള്ളമൊക്കെ കൂടുമ്പോഴത്തേക്കും അതിന്റെ വോളിയം കുറയും. ഫുള്ളി സാച്ചുറേറ്റഡ് ആകുമ്പോൾ വോളിയം ഭയങ്കരമായിട്ട് കുറയും. അപ്പം ലെസ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് പെർ ബാഗ് ഓഫ് സിമെന്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ആണ്. അപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 85th question, in which direction resultant force will shift by producing a top width of roadway and freeboard in elementary profile of gravity dam for full reservoir condition? അപ്പൊ ഇങ്ങനെയുള്ള ഒരു എലിമെന്ററി പ്രൊഫൈല് നമ്മൾ ഇങ്ങനെ ടോപ്പ് എടുത്തും അതേമാതിരി തന്നെ ഒരു ഫ്രീ ബോർഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങോട്ടേക്ക് ഇതിന്റെ ഹീലിന്റെ ഭാഗത്തേക്ക് റിസൾട്ടന്റ് തിരിയും, റിസൾട്ടന്റ് ഫോഴ്സ് വരും. അപ്പൊ നമ്മൾ ഇവിടെ കുറച്ചും കൂടി ഒരു മെസോൺട്രി സെക്ഷൻ എന്തെങ്കിലും ഇവിടെ സൃഷ്ടിക്കണം, ഇല്ലെങ്കിൽ ടെൻഷൻ സൈഡ് മാറിപ്പോകും, ടെൻഷൻ സംഭവിക്കും ഈ ഒരു എലിമെന്ററി പ്രൊഫൈൽ ഓഫ് ഗ്രാവിറ്റി ഡാമിൽ. അപ്പം ഷിഫ്റ്റ് ടുവേർഡ്സ് ഹീലാണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 86th question. Two simply supported beams A and B of same width have identical loading. What is the ratio of strength of A by strength of B if BA has depth double that of B? അപ്പം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ZA by ZB ന്റെ റേഷ്യോ ആണ്. ZA ZB എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ്. അപ്പൊ BD² by 6 ആണ് റെക്ടാങ്കുലറിന്റെ ഇക്വേഷൻ. അപ്പം ഡെപ്ത് എന്ന് പറയുന്നത് ഇപ്പൊ D1² by D2² ന്റെ റേഷ്യോ ആയിരിക്കും. അപ്പൊ ബ്രെഡ്ത്ത് സെയിം ആണ് തന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ D1 എന്ന് പറയുന്നത് 2D2 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 87th question, what is the least count of transit theodolite? 22nd ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 88th question, a steel rod of length 20 meter at 30 degrees Celsius is heated up to 40 degrees Celsius. What is the temperature stress developed if the expansion is prevented? Given alpha is equal to 12 into 10 raised to minus 6 per degree Celsius and E is equal to 2 into 10 to the power of 5 Newton per meter square. അപ്പം ആൽഫ ടി ആണ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ. ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ 40 minus 30 10 വരും ഡെൽറ്റ ടി, അല്ലെങ്കിൽ സ്മോൾ ടി എന്ന് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ആൽഫ എന്ന് പറഞ്ഞാൽ 12 into 10 raised to minus 6 ആണ്. ഇ എന്ന് പറയുന്നത് 2 into 10 to the power of 5 ആണ്. നമുക്ക് സിഗ്മ 24 Newton per millimeter square ആൻസർ കിട്ടും. ബി ആണ് കറക്റ്റ് ആൻസർ. 89th question, what will be the deflection at the center of simply supported beam of rectangular cross section if the depth is doubled for the same load W? അപ്പം ഒരു ഇങ്ങനത്തെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മൾ നടുവിൽ ലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്നത് WL³ by 48 EI ആണ്. അപ്പൊ ഡെൽറ്റ is proportional to 1 by E ആണ്. അപ്പൊ E എന്ന് പറയുന്നത് BD³ by 12 ആണ്. അപ്പം ഡെൽറ്റ is proportional to 1 by D³ എന്ന് കിട്ടും. അതായത് delta1 by delta2 is equal to D2³ by D1³ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് സെക്കൻഡ് കേസിൽ D2 is equal to 2D1 ആവുകയാണെങ്കിൽ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ delta1 by delta2 is equal to 2 D2 പകരം 2D1³ by D1³ കൊടുക്കുക. അപ്പൊ നമുക്ക് delta1 by delta2 is equal to 8 എന്ന് കിട്ടും. അതായത് delta1 is equal to 8 delta2 അല്ലെങ്കിൽ delta2 is equal to 1 by 8 of delta1. അതായത് 1 by 8 of first case കിട്ടും. അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 90th question, if K is bulk modulus, E is Young's modulus and N is shear modulus, then what is the relationship to find out Poisson's ratio? 1 by m. അപ്പൊ ന്യൂ ആണ് 1 by m എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കാണ്. അപ്പം ഇതിൽ ഇന്റെ ഇക്വേഷൻ അല്ല ചോദിച്ചേക്കുന്നത്, അത് ഓർക്കണം. ന്യൂവിന്റെ ആണ്. ഈ ആണെങ്കിൽ 9kN by 3k plus g അങ്ങനെ വരും. പക്ഷെ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ജി അല്ല എൻ, ഇവിടെ എൻ റെപ്രസെന്റ് ചെയ്ത്. അപ്പൊ ഇങ്ങനെ ചോദിക്കും. ന്യൂ ആണ് ചോദിച്ചത്, അതുകൊണ്ട് ബി ആണ് കറക്റ്റ് ആൻസർ. 3k minus 2n by 6k plus 2n. Any 91st question, if three coplanar concurrent forces are acting at a point R in equilibrium, for which two of them are collinear, what is the magnitude of the third force which is acting at an angle of theta with the other two forces? അപ്പൊ 3 കോപ്ലാനാർ ഒരേ പ്ലെയിനിലുള്ള കൺകറന്റ് ഒറ്റ പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പം 2 ഫോഴ്സസ് കൊലീനിയർ ആണ്. of which two are in collinear, ഒരേ ലൈനിലാണ്. അപ്പൊ ഒരേ ലൈനിലാണ് എന്നുണ്ടെങ്കിൽ magnitude of the third force which is acting in the angle theta with the other two forces. അപ്പം 3 coplanar concurrent forces are
acting at a point are in equilibrium. അപ്പം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇത് കൊലീനിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് കാരണം നെറ്റായിട്ട് 0 കിട്ടും. അപ്പൊ വേറെ എന്ത് ഫോഴ്സ് എത്ര ആംഗിളിൽ ആക്ട് ചെയ്താലും അത് നമ്മൾക്ക് 0 ആയിട്ട് എടുക്കണം. എന്നാലല്ലേ ഇവിടെ നെറ്റായിട്ട് റിസൾട്ടന്റ് ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ തേർഡ് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാവുന്നത് കൊണ്ട് അത് 0 ആവണം നെറ്റ് ഇത്. അപ്പൊ നമുക്ക് അങ്ങനെ 0 ആവണം ഈ മൂന്നാമത്തെ ഫോഴ്സ്. അപ്പം A ആണ് കറക്റ്റ് ആൻസർ. ഇനി 92nd question, what is the keystone of an arch being placed? Keystone of the arch ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന സ്റ്റോൺ ആണ് keystone എന്ന് പറയുന്നത്. അപ്പൊ അത് ക്രോണിലാണ് കൊടുക്കുന്നത്. അപ്പൊ B ആണ് correct answer. ഇനി 93rd question, what is measured using a venturimeter? Discharge ആണ്. D ആണ് correct answer. ഇനി what will be the elongation of a prismatic bar of length L, cross-sectional area A, hanging vertically on weight W? അപ്പൊ ഇത് important ആണ്. ഇതിപ്പോ ഞാൻ പറയുന്ന ഒരു കേസ് ആണ്. WL/2AE. അപ്പം C ആണ് correct answer. ഇനി 95th question, in a hydroelectric scheme, which of the following is used to carry water from storage reservoir to the powerhouse? Penstock വെച്ചിട്ടാണ് water carry ചെയ്യുന്നത്. D ആണ് correct answer. ഇനി what is the nominal size of standard brick? അപ്പം ഇതൊരു important question ആണ്. എപ്പം ചോദിക്കുന്നതാണ്. Standard size of standard brick 19 into 9 into 9 ആണ്. ഇതിന്റെ കൂടെ mortar thicknessന്റെ center to center ഉണ്ട്. 1 centimeter ആയിട്ട് മോട്ടാർ തിക്നെസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെന്റർ ടു സെന്റർ ഓഫ് അത് 1 എക്സ്ട്രാ വരും. അപ്പം 19 plus 1 വരും. അപ്പൊ 20. അപ്പൊ ടോട്ടൽ എല്ലാ ഡയമെൻഷനിലും പ്ലസ് 1 സെന്റിമീറ്റർ ആഡ് ചെയ്തിട്ടുള്ളതാണ് നോമിനൽ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ B ആണ് കറക്റ്റ് ആൻസർ. 20 into 10 into 10 centimeter. ഇനി 97th question, what will be the elementary profile of gravity dam? അത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രയാങ്കുലർ ആണ്. ട്രയാങ്കുലർ ഇൻ സെക്ഷൻ ആണ്. D ആണ് കറക്റ്റ് ആൻസർ. 98th question ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. 99th question, what is the graph showing variation of discharge with time at a particular point of a stream? അപ്പൊ അത് ഹൈഡ്രോഗ്രാഫ് ആണ്. D ആണ് കറക്റ്റ് ആൻസർ. ഇനി 100th question, for a redundant frame, if number of members is M and number of joints is G, then which of the following relationship is satisfied? അപ്പൊ redundant ആയതുകൊണ്ട് members is greater than 2 into joints minus 3 ആണ്. A ആണ് correct answer. അപ്പോൾ ഒരു ഫുൾ 100 questions ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് ആദ്യം ചെയ്ത് നോക്കിയിട്ട് ഇത് വീഡിയോ മുഴുവൻ കണ്ടാലാണ് ഏറ്റവും യൂസ്ഫുൾ. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.